മാടമ്പള്ളിയിലെ മനോരമ മറ്റാരുമല്ല നമ്മുടെ ബിഗ് ബോസ് തന്നെയാണ് എന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അനുമോളെ വീണ്ടും 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 മാനസികമായി തകർത്താൻ വേണ്ടിയിട്ട് തളർത്താൻ വേണ്ടിയിട്ട് ഇവർ പല പണികളും ചെയ്യുന്നുണ്ട്. അതിൻ്റെ മുന്നോടിയായിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. എന്തൊക്കെയാണ് അവരുടെ പ്ലാൻ എന്നൊക്കെ ഉള്ളത്. എന്തായാലും അനുമോള് അച്ഛനും അമ്മയും കാത്തിരിക്കുകയാണ്. എല്ലാവരുടെയും പാരൻസൊക്കെ വന്നപ്പോൾ പുറത്ത് അനുമോള് നെഗറ്റീവാണ് എന്നുള്ള ഹിൻ്റാണ് പലരും കൊടുത്തത്. എന്ത് നെഗറ്റീവാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനെ തകർത്താൻ വേണ്ടി അല്ലെങ്കിൽ തളർത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഓരോരോ പണികളാണ്. പക്ഷേ അതിന് മനസ്സിലാവുന്നില്ല. അകത്ത് നിൽക്കുന്നവർക്ക് അതിൻ്റെ ആ ഒരു മാനസിക അവസ്ഥ മനസ്സിലാവത്തുള്ളൂ. എന്തായാലും അനുമോൾ വിചാരിക്കുന്ന അനുമോൾ നെഗറ്റീവാണ്, അനുമോളുടെ പാരൻസ് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയാണ്, ഞാൻ ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു മനോവിഷമത്തിലിരിക്കുമ്പോഴാണ് മാതാപിതാക്കൾ അച്ഛനും അമ്മയും വരുന്നു എന്നറിഞ്ഞ് അനുമോൾ നല്ല രാവിലെ മഞ്ഞക്കിളിയായിട്ട് മഞ്ഞ ഉടുപ്പൊക്കെ ഇട്ട് മഞ്ഞ ചുരിദാറൊക്കെ ഇട്ട് നല്ല ചുന്ദരി കുട്ടിയായിട്ട് അവിടെ വന്ന് സോഫയിലിരിക്കുന്ന സമയത്താണ് പാട്ട് കേൾക്കുന്നത്. എന്തു പറഞ്ഞാലും നീ എൻ്റേതല്ലേ വാവേ എന്നൊക്കെ പാട്ടൊക്കെ ഇട്ട് കൊടുത്ത് BGM ഒക്കെ കേട്ടപ്പോഴത്തേക്ക് അനുമോള് ഓടി മറിഞ്ഞ് വീഴേണ്ടതായിരുന്നു. ഷോളൊക്കെ താഴെ വീണ് ഷോളൊക്കെ എടുത്തുകൊണ്ട് അനുമോൾ ഓടിപ്പോകുന്ന ഒരു വിഷ്വലാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഓടി പുറകിൽ നൂറായും ഉണ്ട്. എല്ലാവരും അത്യാവശ്യം ഹൗസ് മേറ്റ്സ് എല്ലാം സന്തോഷത്തിലാണ്. അങ്ങനെ ഓടി പുറത്ത് പോയി. അപ്പോൾ പാട്ട് നടന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. BGM കൊടുക്കുന്നു. അതിനുശേഷം പിന്നീടാണ് അവിടെ അതിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോഴാണ് എന്ത് പറഞ്ഞ ഈ പാട്ടിൻ്റെ ലൈൻസ് വരുന്നത്. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അനുമോളുടെ മുന്നിൽ ഈ പാട്ടങ്ങ് നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അനുമോളെ കളിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അനുമോളെ കുറച്ചും കൂടി വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഇനി അനുമോളുടെ ഇവർക്ക് TRP കൂട്ടാന്നുള്ളതാണല്ലോ. അനുമോളുടെ എക്സ്പ്രഷൻസ് എല്ലാം പിടിച്ച് കുറച്ച് TRPയും കൂടി ഇവർക്ക് കൂട്ടാൻ വേണ്ടി. വേറെ ആരെ കൊണ്ടൊന്നും നടക്കുന്നില്ലല്ലോ. ഇവർക്ക് എങ്ങനെയും കുറച്ച് കാശ് ഉണ്ടാക്കണം. അപ്പോൾ അനുമോളെ വെച്ച് കാശ് ഉണ്ടാക്കാനുള്ള പുറപ്പാടാവാനാണ് സാധ്യത എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും അവിടെ നിന്നിട്ട് ആ പാട്ട് ഒരു നിമിഷം കൊണ്ട് പാട്ടങ്ങ് നിർത്തി. അപ്പോൾ അനുമോളോട് ബിഗ് ബോസ് എന്ത് പണിയാണ് ഈ കാണിക്കുന്നത് ബിഗ് ബോസ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഭയങ്കര വിഷമത്തിൽ ചോദിക്കുന്നുണ്ട്. ഒരു 3 ലൈൻ അങ്ങോട്ട് പാടിയിട്ടേ ഉള്ളൂ കേട്ടോ. 3 ലൈൻ കേൾപ്പിച്ചതേ ഉള്ളൂ. ഭയങ്കര ആകാംക്ഷയോടെ നിൽക്കുമ്പോഴാണ് ഈ ഒരു പരിപാടി ബിഗ് ബോസ് ചെയ്തത്. എനിക്ക് തോന്നുന്നു TRP കൂട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു പ്രൊമോയും എടുത്തിട്ട് ഇങ്ങനൊരു ഇത് കാണിച്ചതാണ്. അപ്പോൾ അതിനുശേഷം ചിലപ്പോൾ എല്ലാവർക്കും കൊടുക്കുന്നത് പോലെ ടാസ്ക് കൊടുത്തിട്ടുണ്ടാവും. പോയി ടാസ്ക് ചെയ്തിട്ട് വരാൻ പറഞ്ഞ് കാണുമായിരിക്കും. അതുകൊണ്ടായിരിക്കും പാട്ട് നിർത്തിയിട്ട് ടാസ്ക് ചെയ്യേണ്ടി വരുമായിരിക്കും എന്ന് എൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്ന് വെച്ചാൽ നിങ്ങൾ കമൻസിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ടാസ്ക് ചെയ്യാനായിരിക്കും പോയത്. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് ലൈവിൽ അറിയാൻ പറ്റും എന്തൊക്കെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ. അനുമോൾക്ക് പ്രശ്നങ്ങളുണ്ടോ, അല്ല അനുമോളെ എന്താണ് ഇവരിങ്ങനെ തകർക്കാൻ ശ്രമിക്കുകയാണോ, അതോ ഇവർ അനുമോളെ വെച്ചിട്ട് പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണോ എന്നൊക്കെ അറിയാം. എന്തായാലും ബിഗ് ബോസ് എന്താണ് ഈ കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അനുമോൾ കരയുന്ന ഒരു രംഗമുണ്ട്. അതിൻ്റെ മുമ്പിൽ തന്നെ ഒന്ന് ചോദിക്കുവാണ് എന്താണ് ബിഗ് ബോസ് എന്താണിത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പാവ അനുമോൾ. അങ്ങനെ കുറച്ച് നേരം അനുമോൾ അവിടെ ഇങ്ങനെ സൗണ്ടൊക്കെ ബഹളം വെച്ചില്ല. ബിഗ് ബോസ് തുറക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് അവിടെ തന്നെ ജസ്റ്റ് ഒന്ന് ഇരുന്ന് അതിനുശേഷം കരഞ്ഞുകൊണ്ട് തന്നെ പുറകിലേക്ക് തിരിച്ചു പോകുന്ന ഒരു രംഗമാണ് നമുക്ക് പ്രൊമോയിൽ കാണിക്കാൻ പറ്റുന്നത്. എനിക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ TRP കൂട്ടാനുള്ള ഏഷ്യാനെറ്റിൻ്റെയും ഹോട്ട്സ്റ്റാറിൻ്റെയും ഒരു പണിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. തിരിച്ചു പോയിട്ട് ടാസ്ക് ചെയ്തിട്ട് വന്നിട്ടായിരിക്കും അച്ഛനും അമ്മയും കാണാൻ സാധിക്കുക. അപ്പം ഭയങ്കര വിഷമത്തോടു കൂടി തിരിച്ച് നടന്നു പോവുകയാണ്. ഹൗസ് മേറ്റ്സ് എല്ലാം മന്ദം വിട്ട് ഇങ്ങനെ ബാക്കിൽ നോക്കി നിൽക്കുന്നുണ്ട്. എന്താ സംഭവിച്ചതെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. അനുമോളെ ഇങ്ങനെ ഇട്ട് കളിപ്പിക്കുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അല്ലാതെ വേറെ വലിയ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഗൈസ്. അപ്പം നെക്സ്റ്റ് അപ്ഡേറ്റഡ് വരുന്നതായിരിക്കും. ബൈ.